വളരെ പ്രയാസത്തിലാണ്, ദുരിതത്തിൽ തന്നെയാണ് ഈ LPG ഓട്ടോ തൊഴിലാളി ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇന്ധനം കിട്ടാതായതാണ് പ്രശ്നം. 3 പമ്പുണ്ടേനി ഇവിടെ, പമ്പില്ല. ആകെ ഒരു പമ്പാണുള്ളത്. നമ്മൾ തന്നെ 10-15 കിലോമീറ്റർ ഓടി വരണപ്പോൾ നിർത്തിയിടേണ്ട ഒരു ഗതികേടല്ലേക്കായിരുന്നു. നഗരത്തിൽ നിന്ന് അതുവരെ പോയിട്ട് വേണം എന്താ ചെയ്യണ ഗ്യാസ് അടിക്കാൻ. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു ദിവസം അതിന് മാത്രം മെനക്കെട്ട് ഇന്ധനം അടിക്കാൻ വേണ്ടി പോവുക, തിരിച്ചു വരിക, ചിലപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവിടെ നിന്ന് കുണ്ടോട്ടി വരെ പോയിട്ട് ഞാൻ അടിച്ചിട്ട് വന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ എനിക്ക് സാധനം കിട്ടാതെങ്കിൽ ഞാൻ മാറ്റിയതാണ്. ഇത് ഇപ്പോൾ റിലയൻസിൻ്റെയാണ് പമ്പ്, പുതിയങ്ങാടി ഉള്ളതും ഇവിടെ ഉള്ളതും. അപ്പോൾ അവരോടൊന്നും നമുക്ക് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരൊക്കെ ഈ ഇതിന് ലാഭം കുറവാണെന്ന് പറഞ്ഞിട്ട് CNG മാറുക, പമ്പ് മാറ്റിക്കുകയാണ്. CNG പ്രശ്നമില്ല, ഡീസലിന് പ്രശ്നമില്ല, പെട്രോളിൻ്റെ വണ്ടിക്ക് പ്രശ്നം, നമുക്കാണ് പ്രശ്നം. വീട്ടിൽ നിർത്തിയിടാൻ പറ്റില്ലല്ലോ, ജീവിക്കണ്ടേ, കാര്യമാകണ്ടേ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന LPG ഓട്ടോകൾക്ക് കേരളത്തിൽ തുടക്ക സമയത്ത് വലിയ പ്രചാരം ലഭിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സ്ഥിതിഗതികൾ തീർത്തും വ്യത്യസ്തമാണ്. കോഴിക്കോട് നഗരത്തിൽ മാത്രം ആവശ്യത്തിന് LPG പമ്പുകൾ ഇല്ലാത്തത് കാരണം 1000-ഓളം ഓട്ടോകളാണ് പ്രതിസന്ധിയിൽ വലയുന്നത്. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് 2-3 പമ്പാണ് ഇവിടെ ഉള്ളത് കോഴിക്കോട്. അത് 1 കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ശാരദ മന്ദിരം എന്ന ചെറുവണ്ണൂർ എന്ന സ്ഥലത്ത് പോകണം. അവിടെയാണ് ഇപ്പോൾ നിലവിലുള്ളൂ. അവിടെയും കൂടി ഇല്ലെങ്കിൽ ഈ തൊഴിലാളികൾ ഈ വണ്ടി ഒഴിവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. എങ്കിൽ ഒഴിവാക്കുമ്പോൾ ജനങ്ങൾ, ഈ തൊഴിലാളികളൊക്കെ ഇത് ബാങ്ക് ലോൺ എടുത്തിട്ടും ആധാരം വെച്ചിട്ടും സ്വർണം വിറ്റിട്ടും ഒക്കെയാണ് ഈ വണ്ടി എടുത്ത് വന്നിട്ടുണ്ടാകുക. അപ്പോൾ അത്തരം തൊഴിലാളികൾ ഇനിയും ഇത് വിറ്റിട്ട് വേറെ മറ്റൊരു ഇന്ധനത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാവുന്ന വിഷയമുള്ളൂ. അപ്പോൾ ഇന്ന് നഗരത്തിൻ്റെ ഉള്ളിൽ പുതിയങ്ങാടിയും സരോവരത്തും ഉണ്ടായിരുന്നു LPG ഇന്ധനം. അങ്ങനെ പുതിയങ്ങാടി 4 വർഷത്തിന് മുമ്പ് അവർ നിർത്തലാക്കിയിട്ട് ഇപ്പോൾ അവിടെ CNG പമ്പാക്കി. ഇപ്പോൾ സരോവരം ഇപ്പോൾ മാസങ്ങളോളായി നിർത്തലാക്കിയിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കേടുപാടുകൾ തീർത്താൽ ശരിയാക്കാം എന്ന് പറഞ്ഞ് അതിങ്ങനെ പറയാമെന്നല്ലാതെ യാതൊരു കേടുപാടുകളും തീർക്കാനുള്ള ആ കമ്പനി തയ്യാറാവുന്നില്ല. അതിൻ്റെ ദുരിതമാണ് ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്നത്. ഞാൻ 2014 ഉള്ള ഈ വണ്ടി ആയിട്ടാണ് ഇവർ കമ്പനിക്കാർ LPG തന്നത്. അതിൽ പെട്രോളും ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് 3 സ്ഥലം, ഒന്ന് പുതിയങ്ങാടി, പിന്നെ ഒന്ന് സരോവരം പാർക്ക്, പിന്നെ ഒന്ന് ഉണ്ടായിക്കോളൂ. ഇതിൽ ഇവർ ആദ്യത്തേൽ ഇങ്ങനെ നിന്ന് മൂവ് ചെയ്തിട്ട് അത് CNGക്ക് കൊടുത്തു. അവർ തന്നെയാണ് എരിഞ്ഞിപ്പാലെല്ലാം അറിയില്ല. അതും ഇതേമാതിരി നിന്ന് 2 മാസത്തിനകം അവർ നിർത്തി ചെയ്തിട്ട് CNGൻ്റെ പെയിൻ്റൊക്കെ പച്ച പെയിൻ്റൊക്കെ അടിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചവരോട്, അല്ലാതെ വാട്സപ്പിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അല്ലല്ല, അതൊക്കെ വെറുതെ വാട്സപ്പിൽ വിടുകയാണ്, ഞങ്ങൾ തുടർച്ചയായിട്ട് ഇത് കൊണ്ടുപോകുന്നതാണ്. പിന്നെ അങ്ങനെ അത് ഒഴിവായി. അങ്ങനെ അവർ പറഞ്ഞ് പിന്നെ ആരും പ്രതികരിക്കാനും പിടിക്കാനും ഒന്നുമില്ല. കാരണം പ്രതികരിച്ചിട്ട് കാര്യമില്ല. അവരെ സാധനം അവർ ഏത് രൂപത്തിൽ വരണമെന്ന്. പിന്നെ അവരോട് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ് കമ്പനിയായിട്ട് നിങ്ങളെ ബന്ധപ്പെടണമെന്ന്. അങ്ങനെ കുണ്ടായിത്തോടിലുള്ള അവർ ഇപ്പോൾ റെഗുലറായിട്ട് ഇനിയിപ്പോൾ ഒരാഴ്ച ആ ക്യാപ്പിൽ നിർത്തുകയാണ്. ഈ 3 ദിവസത്തെ പടി തന്നിട്ട് 3-4 ദിവസം അവരിപ്പോൾ മാറ്റും എന്നുള്ള പരിപാടിയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയോ ആളുകൾ ഈ വാഹനം എടുത്തിട്ട് എല്ലാവരും അതിനെ വെറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ധനം ഇല്ലാണ്ട് വഴിയിൽ കുടുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കാനായിട്ട് അത്രയും ദൂരം പോവുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് കാരണം ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു യാത്ര പോകുമ്പോൾ അത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നഗരത്തിലുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ എളുപ്പമായിരുന്നു. അപ്പോൾ അതൊരു സരോവരത്ത് ആ പമ്പ് പൂട്ടിയതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമമായത്. സരോവരം ഇപ്പോൾ ഒരു പറയുന്നത് പൈപ്പ് ലൈന് ലീക്കാണ് എന്നാണ് പറയുന്നത്. ഇനി പണിയെടുക്കുന്നില്ല. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഒരുവിധം വണ്ടിക്കാരൊക്കെ വണ്ടി മാറി. ഇനി കുറഞ്ഞ വണ്ടികളുള്ളൂ. ഇപ്പോൾ വണ്ടി മാറാൻ പറ്റാത്താലാണ് ആ LPG പുതിയ പെർമിറ്റ്. അവർക്ക് വണ്ടി മാറ്റി കൊടുക്കാനുള്ളതില്ല പോലെ. അപ്പോൾ എന്താ ചെയ്യപ്പോൾ ഒരു പിടുത്തം കിട്ടാത്ത മാതിരിയാണ് ഇപ്പോൾ.
കോഴിക്കോട് നഗരത്തിൽ ആകെ ഉണ്ടായിരുന്ന 3 LPG പമ്പുകളും അടച്ചതോടെ ഇന്ധനമില്ലാതെ ഓട്ടോകൾ നിർത്തിയിടേണ്ട ഗതിയിലാണ് ഡ്രൈവർമാർ. നഗരത്തിൽ ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാക്കുമെന്ന ഉറപ്പിന്റെ പേരിൽ LPG ഓട്ടോകൾ വാങ്ങിയവരെല്ലാം വഞ്ചിക്കപ്പെട്ട സ്ഥിതിയിലാണുള്ളത്. LPGയിൽ നിന്ന് CNGയിലേക്കോ പെട്രോളോ ഡീസലിലേക്കോ മാറുന്നതും എളുപ്പമല്ല. LPG ഓട്ടോകൾ CNG എഞ്ചിനാക്കി മാറ്റാൻ 1,00,000 രൂപ ചിലവ് വരുമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. ഞാൻ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്താണ്. അപ്പോൾ അവിടെയൊക്കെ CNG ആണ്, എത്രയോ 10-30 വർഷമായിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഡീസലൊക്കെ ഔട്ടാവുന്നുള്ളൊരു ധാരണ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് CNG ഇല്ല, LPG ഉള്ളൂ. അതുകൊണ്ടാണ് LPG വാങ്ങിച്ചത്. അപ്പോൾ അന്ന് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ കിറ്റ് മാറിയാൽ മതി എന്നാണ്. പക്ഷെ പിന്നീടാണ് ഇപ്പം CNG ഒക്കെ വന്നപ്പോഴാണ് ഇതിന് ടാങ്കും മാറണം, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സർക്കാർ ഇപ്പോൾ പുതിയ പെർമിറ്റ് കൊടുക്കുന്നത് 2000 ഇലക്ട്രിക്കിനും പിന്നെ CNG LPG എന്നുള്ള നിലയ്ക്ക് 3000 പെർമിറ്റ് ഇവിടെ കോഴിക്കോട് സിറ്റിയിൽ പൂർത്തിയാക്കണം. അതിലൊരു ഭാഗമായിട്ടുള്ളതാണ് LPG CC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ CNG CC LPG CC എന്ന് പറഞ്ഞാൽ ഈ LPG CC എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഇപ്പോൾ CNGയിലേക്ക് മാറാൻ അനുവാദമുണ്ട്. പക്ഷേ അത്തരം ഈ ഓട്ടോകൾക്ക് 333 ഓട്ടോകളുണ്ട്. ഇത്തരം ഓട്ടോകൾക്ക് അതിലേക്ക് മാറാൻ സാധിക്കില്ല. കാരണം ഈ പെർമിറ്റിൻ്റെ പേര് LPG CC LPG പെർമിറ്റാണ്. എന്നാൽ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന എന്നെ പോലത്തെ കുറേ ആളുകളുണ്ട്, അത് നീല വെള്ള CC ആണ്. അത്തരം ആളുകൾക്ക് മാറാൻ സാധിക്കും. പക്ഷെ മാറാൻ സാധിക്കുമെങ്കിലും 33,000 രൂപ ഒറ്റയടിക്ക് അത് മാറാനുള്ള ചിലവ് വരുന്നുണ്ട്. ഈ ചിലവ് ഇത്തരം സാഹചര്യം, ഞാൻ തൊഴിലില്ലാത്ത ഈ സാഹചര്യത്തിൽ, തൊഴിൽ വളരെ കുറഞ്ഞ ഈ വാഹനം പെരുകിയത് കാരണം കോഴിക്കോട് ആവശ്യത്തിലധികം പെർമിറ്റുകൾ കൊടുത്തതുകൊണ്ട് ഇപ്പം പിന്നെ ഓടാനും പാർക്ക് ചെയ്യാനും സാധിക്കാത്ത, ദിവസവും സദാസമയവും ഇപ്പം ബ്ലോക്കായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നഗരത്തിൽ. അപ്പോൾ പെർമിറ്റ് കൊടുക്കുന്നതോടുകൂടി ഈ ഇത്തരം ഓട്ടോകൾക്ക് ഇങ്ങനെ ഈ ഓട്ടോകൾ കാലിയടിച്ച് പോകുന്നിട്ട് വേണം നഗരത്തിൽ തൊഴിലെടുക്കാൻ. അപ്പോൾ വളരെ പ്രയാസമാണ് മൊത്തം LPG തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന ഈ വിഷയത്തോടനുബന്ധിച്ച് പറയാനുള്ളത്. കോഴിക്കോട് നഗരത്തിലുള്ള സരോവരം ജിയോ പമ്പ് സ്റ്റേഷനിൽ LPG പമ്പ് തുറക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ LPG പമ്പുകൾ പ്രവർത്തിക്കുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളും മെക്കാനിക്കൽ പ്രശ്നങ്ങളും ഉള്ളതാണ് താൽക്കാലികമായി അടച്ചിടുന്നതിന് കാരണമായി ജിയോ പമ്പ് സ്റ്റേഷനിലെ സൂപ്പർവൈസർ ട്രൂകോപ്പി തിങ്കിനോട് പറഞ്ഞത്. റിലയൻസ് കമ്പനിയിൽ നിന്ന് അറിയിപ്പുണ്ടാകുന്നതുവരെ നിലവിൽ LPG പമ്പ് തുറക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. LPG ഓട്ടോ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഇന്ധനം ലഭിക്കാതെ വണ്ടി നിർത്തിയിടേണ്ടി വരുന്ന ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തന്നെ അടിയന്തരമായ ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടതുണ്ട്.